ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 3 വർഷത്തിനിടെ 200 പേരെയാണ് സംഘം അവയവക്കടത്തിന് ഇരകളാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ സബിത് നാസർ മാത്രം 20 പേരെ ഇറാനിലെത്തിച്ചു. കേസിൽ ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് സൂചന. തൃശൂർ സ്വദേശിയായ സബിത്ത 20 പേരെ വൃക്ക നൽകുന്നതിനായി ഇറാനിലെത്തിച്ചെന്നാണ് മൊഴി നൽകിയത്. ഇതിൽ ഒരാൾ പാലക്കാട് സ്വദേശിയാണ്. 19 പേർ ഉത്തരേന്ത്യക്കാരും. പാലക്കാട് നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബിത്തിനെ പോലീസ് പിടികൂടിയതെന്നും സൂചനയുണ്ട്. കൂടുതലും സ്ത്രീകളാണ് സബിത്തിന്റെ വലയിൽ കുടുങ്ങിയത്. ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നും ഇത്തരക്കാരെ പിടിച്ചുകെട്ടണമെന്നും IMA ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് രോഗികളാണ് അവയവദാനം കാത്തിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് മസ്തിഷ്ക മരണാനന്തര അവയവദാനം, അതായത് മരിച്ചുപോയ ആൾക്കാരിൽ നിന്ന് അവയവെടുക്കുന്ന പ്രക്രിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു നയത്തിലേക്ക് എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രക്രിയകളെയും കുറിച്ചും അന്വേഷണം ഉണ്ടാവണം. സംഘത്തിലെ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. സബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 24 കൊച്ചി.